നിന്റെ കൂടെയുണ്ട്. ഒന്നാമത്തെ പദം യഹോവ ഈരെ, യഹോവ കരുതുന്ന ദൈവം. പ്രിയ സുഹൃത്തെ, ഒറ്റപ്പെടലിടയിൽ നീ ഭാരപ്പെടുകയാണോ? ശുശ്രൂഷയ്ക്കകത്ത് ഒറ്റയ്ക്കാണോ നീ ഓടുന്നത്? പ്രതിസന്ധികളിൽ ആരും കൈ താങ്ങാതെ ഉഴന്നു നടക്കുകയാണോ? ഇന്ന് പകൽ ഞാൻ സന്ദേശം നൽകാം, ഒറ്റയ്ക്കല്ല, കരുതുന്ന ഒരു ഇടയും നിന്റെ കൂടെയുണ്ട്. ഓടി ഓടി മടുത്ത് കാലൊക്കെ തളർന്നു, നീ ഓടാൻ വേല. എന്നാൽ സംഗീതത്തിൽ ബാക്കി കിടക്കും, നിന്റെ കാൽ മാലിപ്പേടയുടെ കുതിക്കുന്ന കാലുകളെ പോലെ നിന്റെ കാലുകളെ ആക്കും. ആത്മാവിടെ ദൂത് പറയാമോ? കുഴഞ്ഞ കാലുകളൊക്കെ ഒന്ന് ബലപ്പെടട്ടെ ഇന്ന് പകൽ. മാൻപേടയുടെ കാലുകളെ പോലെ പാറക്കൂട്ടങ്ങളിലേക്ക് ചാടിക്കിടക്കുന്ന പോലെ ഒരു വാക്യം ഇങ്ങനെ പറയുന്നു, നിന്നെ ഞാൻ പലക്കൂട്ടത്തിന് നേരെ ചാടിക്കടക്കും. നടന്നു കയറുമെന്ന് പറയുന്നത്, നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് ശക്തി നിന്റെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ചാടിക്കിടക്കുമെന്ന്. അതാണ് യഹോവയെ. ഒറ്റയ്ക്കല്ല, കർത്താവ് എപ്പോഴും കൂടെയുണ്ട്. ഭാരപ്പെടണ്ട, കർത്താവ് ഈ വേലയ്ക്കകത്ത് വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ ദേശം അറിയാൻ പോവുക യഹോവ ആരാണെന്ന്. സ്തോത്രം. ഈ നാടുകളിൽ ഈ സമൂഹം മുഴുവൻ അറിയാൻ പോവുക യഹോവ ആരാണെന്ന്. ആത്മാവിന്റെ ബലത്തോടെ, ആത്മാവിന്റെ ശക്തിയോടെ, ആത്മാവിന്റെ കരുത്തോടെ നമ്മൾ നിൽക്കുന്നെങ്കിൽ യഹോവ ആരാണെന്ന് അറിയാൻ പോകും. യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്, അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അതിന് പ്രത്യേകം ട്രെയിനിങ് കിട്ടിയ നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ഭടന്മാരാണ്, അതൊക്കെ അവർ നോക്കിക്കോളും. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ദൈവം പട്ടികളും വാതിലും തുറക്കാൻ വേണ്ടി. രണ്ടാം ബാക്കി കാണുന്നത് പച്ചയായ പുൽപ്പുറങ്ങൾ അവരുടെ സ്വസ്ഥതയുടെ വെള്ളത്തിനരികത്തേക്ക്. ഈ പദമൊക്കെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്നു. അവിടെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ആരൊക്കെ കൈ താങ്ങുമെന്ന് ഭാരപ്പെട്ട ഒത്തിരി നിമിഷങ്ങളുണ്ട്. ഇവിടെ പച്ചയായ പുൽപ്പുറങ്ങളിൽ ഈ ആലയം ഒരു പച്ചയായ പുൽപ്പുറമാണ്. പച്ചപ്പ് തേടി ഒരുപാട് ആത്മാഭിമാനം. സ്തോത്രം. ആട്ടിനെ തന്നെ ആട്ടുപറ്റങ്ങളൊക്കെ ആയിട്ട് നടന്നിങ്ങനെ പോവുക. എവിടെയെങ്കിലും ഒരു പച്ചപ്പ് കണ്ടാൽ, പച്ച ഉള്ള മല മുകളിലേക്ക് നടന്ന് കയറി പോകുമ്പോൾ, സ്തോത്രം, ഇടയന്റെ പ്രതീക്ഷ എന്താണെന്നറിയോ? അവിടെ ഒരു പച്ചപ്പുണ്ട്, അവിടെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരമുണ്ട്, അവർക്ക് ധാരാളം ഭക്ഷിപ്പാനുള്ള എൻ്റെ ആ പച്ച തകിടി കിട്ടും. ആ പ്രതീക്ഷയോടെ പോകുമ്പോൾ, ഇടയൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് പോകുമ്പോൾ ആട്ടിപ്പറ്റും ഇടയ്ക്കിടയ്ക്ക് ഇടയനെ ഒന്ന് നോക്കും. അപ്പൊ ഇടയൻ ഒരു ടെൻഷനും ഇല്ല കേട്ടോ. ടെൻഷനൊന്നും വേണ്ട. സ്തോത്രം. ഈ ആറ്റം പറ്റങ്ങളൊക്കെ ഓടി ഇതിനകത്ത് കയറും. ഇതിനകത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ, ഇതിനകത്തുനിന്ന് വെള്ളം കുടിക്കാൻ, ഇതിനകത്തുനിന്ന് നന്മ അനുഭവിക്കാം, ഇതിനകത്തുനിന്ന് വിടുതൽ ഏറ്റെടുക്കാൻ, ഇതിനകത്ത് ശക്തി ഏറ്റെടുക്കാൻ വേണ്ടി പച്ചപ്പ് തേടി ഒരു കൂട്ടം ഇതിനകത്ത് ഓടി കയറുമെന്ന് വിശ്വസിച്ച് കരം ഉയർത്തി കർത്താവ് മഹത്വം കൊടുക്കുക. ജീവിതത്തിലെ പച്ചപ്പൊരുപ്പിന് നഷ്ടപ്പെട്ടു പോകുന്നില്ല. സ്വർഗം ഒരുക്കുന്ന ഒരു പച്ചപ്പുൽ തന്നെ നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അടുത്ത പകുതി കാണുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക്. അപ്പൊ ഈ പുല്ലൊക്കെ കഴിച്ച് വയലൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് വെള്ളം വേണം. വെള്ളം മലമുകളിലില്ല. വെള്ളം കുടിക്കുന്ന ഈ താഴ്വരയിലോട്ട് ഇറങ്ങണം, താഴ്വാരത്തോട്ട് ഇറങ്ങണം. അപ്പം ഒറ്റയ്ക്ക് ഇറങ്ങിയാൽ പോരാ. ഇടയൻ തന്നെ വെള്ളം കുടിച്ചാൽ ആട്ടുപറ്റങ്ങൾക്ക് വയറ് നിറയത്തില്ല കേട്ടോ. അവരുടെ ദാഹം മാറണമെങ്കിൽ അവരുടെ കൂടെ സഞ്ചരിക്കണം, എങ്കിലും അവരുടെ ദാഹം മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവരുമായിട്ട് ഒരുമിച്ച് ഇടയൻ ഈ വെള്ളത്തിനരികത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു കുഴപ്പമുണ്ട്. ശത്രുക്കൾ നോക്കി നിൽക്കും. ബാലസിംഹങ്ങളും കരടിയും പെരുമ്പാവും അടക്കമുള്ള വലിയ വലിയ മൃഗങ്ങൾ നോക്കി നിൽക്കും. പെരുപ്പം വരും. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്, ശ്രദ്ധിച്ചോളാം. അവിടുത്തെ പ്രശ്നം എന്നറിയോ? മലമുകളിൽ നിന്നും താഴേക്ക് വീഴുന്ന വെള്ളത്തിന് ശക്തികൾ കൊണ്ട് ഈ കുഞ്ഞാടുകൾക്ക് കുടിക്കാൻ പറ്റത്തില്ല. ഈ വെള്ളം ഒഴുകി ശക്തിയുടെ നിൽക്കുന്നില്ല വെള്ളം. പക്ഷെ ആ വെള്ളത്തെ സ്വസ്ഥതയുള്ളത് വെള്ളത്തിനരികത്തേക്ക് കൊണ്ടുപോകുന്ന ദൂത്. കുത്തൊലിച്ച് വരുന്ന ഉരുൾപൊട്ടലിൽ നിന്ന് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. ഇരുകര മുട്ടി ഒഴുകി വരുന്ന കലങ്ങി മറങ്ങി വരുന്ന വെള്ളവും നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല. അതൊന്നും കുഞ്ഞാടുകൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവർ ശ്രേഷ്ഠമായ മേത്തരമായ വെള്ളം കൊടുക്കുന്ന വചനം പറയുന്നത്. അപ്പൊ ഇടയന്തിയോ ഓടി വന്നിട്ട് ശത്രുക്കളെ മുഴുവൻ ഓടിച്ച് കളഞ്ഞിട്ട് വലിയ കല്ലുകളെടുത്ത് പ്രാ പോലെ കെട്ടി, അട പോലെ കെട്ടി വലിയ കല്ലുകൾ ഉരുട്ടി വെച്ചിട്ട്
തൻ്റെ ഇടയന്മാരെ, തൻ്റെ ആട്ടിൻ പറ്റങ്ങളെ കൊണ്ടുവന്ന് സ്വസ്ഥതയോടെ വെള്ളം കുടിക്കും. ഇത് വെള്ളം കുടിക്കും. ഇതിൻ്റെ ഇവർക്ക് ആശങ്കയില്ല, ഇവർക്ക് പേടിയില്ല. കാരണം എന്താണെന്നറിയോ? പുറകിൽ എൻ്റെ ഇടയൻ നിപ്പുണ്ട്, എന്നെ കാക്കുന്ന, എന്നെ പരിപാലിക്കുന്ന, എനിക്ക് സ്വസ്ഥതയോടെ കുടിക്കാൻ തടാകം ഒരുക്കി വെക്കുന്ന ഒരു യഹോവയായ ദൈവം അപ്പുറത്ത് നിപ്പുണ്ട്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, സ്വസ്ഥതയുടെ വെള്ളം കുടിക്കാൻ ഒരുപാട് കുഞ്ഞാടുകൾ ഇതിനകത്ത് വരാൻ പോവാൻ ആത്മശക്തിയോടെ, ആത്മബലത്തോടെ ഈ ദൂതം ഏറ്റെടുത്തിട്ട് ഈ ശക്തിയോടെ ആരാധിക്കാം. ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങാൻ പോവുകയാണ്. ആത്മശക്തിയോടെ ആരും മൗനമായിരിക്കരുത്. സ്വസ്ഥതയുള്ള വെള്ളത്തിനകത്ത് എന്നെ ആക്രമിക്കാൻ ശത്രുക്കൾ പോരാടി നിൽക്കുമ്പോൾ അതിനകത്ത് സ്വസ്ഥതയോടെ വെള്ളം കുടിക്കാൻ. ഇപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, രാവിലെ ചിന്തിച്ചൊരു വിഷയം. ഒത്തിരി ധനവും സമ്പത്തും കാടും വീടും വലിയ വലിയ ആലയങ്ങളും ഉള്ളവർക്കും സ്വസ്ഥമായിട്ട് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. അവർക്ക് സ്വസ്ഥതയോടെ വെച്ച കഞ്ഞി പോലും കുടിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. എന്നാൽ നോക്കിക്കാൻ ഈ കസേര ചെയ്താലും നമ്മൾ സ്വസ്ഥതയോടെ വെള്ളം കുടിക്കും, ഇല്ലേച്ചാ? നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ കൂടാരത്തിനകത്ത് എന്തുണ്ട്? സ്വസ്ഥതയുടെ വെള്ളമുണ്ടെന്ന്. അതാണ് നമ്മുടെ പ്രത്യേകത. ഇവിടെ ധനം കൊണ്ടും പണം കൊണ്ടും ഒത്തിരി സ്വാധീനത ഉള്ളവരുടെയൊക്കെ സ്വസ്ഥത നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. എങ്കിൽ സ്തോത്രം, ഇന്ന് പകൽ നമ്മൾ ഉയർത്തുന്ന സുവിശേഷത്തിന്റെ പ്രത്യേകത, സ്തോത്രം, എത്ര കാലം ജീവിച്ചാലും സ്വസ്ഥതയോടെ. അതാണ് ഇതിന്റെ പ്രത്യേകത. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ മൂലവാക്യത്തിൽ കാണുന്നു, കൂരിരുത്താനിലേക്ക് കൂടി നടന്നാലും കൂരിരു താഴ്വര എന്ന് പറയുന്നത് മരണനിഴൽ താഴ്വര. ആ താഴ്വരയിൽ കൂടി ഒറ്റയ്ക്ക് നമുക്ക് സഞ്ചരിക്കാൻ പറ്റത്തില്ല. രണ്ട് മലയിടുക്കൾക്ക് അടിവാരത്തിൽ ധാരാളം വൃക്ഷങ്ങളുണ്ട്. ആ വൃക്ഷങ്ങളെയൊക്കെ താണ്ടി താഴേക്ക് സൂര്യപ്രകാശം എത്തത്തില്ല, കുറ്റ കൂരിരുട്ട. അതിനകത്തൂടി നടന്നെങ്കിൽ മാത്രമേ അടുത്ത മലമുകളിലേക്ക് യാത്രയുള്ളൂ. സ്തോത്രം. അപ്പൊ ചിന്തിച്ചു നോക്കിയേ, ഈ ഇടയൻ തൻ്റെ ആടുകളൊക്കെ ആയിട്ട് നടന്ന് ഈ കൂരിരു താഴ്വരയിൽ കൂടി നടന്നു പോകുമ്പോൾ അവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നീ എന്നോട് കൂടെ ഇരിക്കുന്നതിന് വടിയും കോലും ആശ്വസിപ്പിക്കും. പ്രിയരെ, ഇന്ന് ഭാരപ്പെട്ട തടലുണ്ട് കേട്ടോ. കൂരിരു താഴ്വര എത്ര ജീവിതത്തിൽ കടന്നു വന്നാലും, കൂരിരുടെ പ്രതിസന്ധി എത്ര ജീവിതത്തിൽ അടിച്ചുടഞ്ഞ് തകർത്താലും, സ്തോത്രം, വടിയും കോലും കൊണ്ട് ആശ്വസിപ്പിക്കുന്ന ഇടയൻ നിന്റെ മുൻപട പിൻപടയായിട്ടുണ്ട്. ആത്മാവിൽ ദൂതറ്റെടുത്ത് പറ, നീ ഒരിക്കലും ഭാരപ്പെടേണ്ട. കരയാണ്, കൂരിൽ തന്നെ എത്ര കടന്നു വന്നാലും അതിനെ അതിജീവിക്കാൻ ആത്മീയ കരുത്തും ശക്തി നാലും പകർന്ന അത്യന്ത ശക്തിയുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കും, ഒരു കൂരിൽത്താഴ് കണ്ടാൽ നമ്മളൊന്നും ഭയപ്പെടത്തില്ല, ഒരു കൂരിൽത്താഴ്വര കണ്ടാൽ നമ്മൾ ഭാരപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? കർത്താവ് കൂടെ ഉള്ളതുകൊണ്ടാണ്. ഈ കൂരിൽത്താഴ്വര കടന്നെങ്കിൽ മാത്രമേ അപ്പുറത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അവിടെ ആക്രമിക്കാൻ നിൽക്കുന്ന വന്യജീവികളും ശത്രുക്കളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ മറികടത്തി കൊണ്ടുപോകുന്ന ദൈവത്തിൻ്റെ ഒരു അത്യന്ത ശക്തി നമ്മളുണ്ട്. ആ കരം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, അവിടെ കരുതുന്ന ഒരു യഹോവയുണ്ട്. അതാണ് യഹോവയായ ഇരേ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ അനുഭവം നിങ്ങളോട് പറയാം. ശുശ്രൂഷ കാലഘട്ടത്തിലും ആത്മീക ഭൗതിക മേഖലകളിലൊക്കെ ഒത്തിരി പ്രതിസന്ധി ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഞാൻ പോലും അറിയാതെ എന്നെ നടത്തിയ ഒരു ദൈവമുണ്ട്. ദൂതഗണങ്ങൾ മുൻപടപ്പിൽ ഞങ്ങൾ നിൽക്കുന്ന പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ സ്തോത്രം, വളരെ വളരെ പ്രതിസന്ധിയുള്ള ഒത്തിരി നിത്യ അനുഭവങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷേ കർത്താവിൻ്റെ കരുത്ത്, ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ മേഖല ആർക്കും തടയാൻ പറ്റത്തില്ല കേട്ടോ. ആത്മാവിൽ പറയാം, നമ്മുടെ മേഖലയെ, നമ്മുടെ ശുശ്രൂഷയെ ആർക്കും തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല. കാരണം നിന്നെ വ്യാപരിക്കുന്ന കൃപയുണ്ടല്ലോ, നിന്നെ വ്യാപരിക്കുന്ന ശക്തിയുണ്ടല്ലോ. അതിനെ നീ ഒന്ന് ആരാധിച്ചാൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. ഒരു കമ്മിറ്റിക്കും ഒരു പ്രോഗ്രാമിനും നിന്നെ തകർക്കാൻ പറ്റത്തില്ല. നമ്മളെ നിയന്ത്രിക്കുന്ന കമ്മിറ്റിയല്ല, നമ്മളെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. ഇവിടെ ഓരോരുത്തരും എടുത്തു ചോദിച്ചാൽ ഒത്തിരി ഒത്തിരി ദിക്കാനുഭവമുണ്ട്, ഒത്തിരി ഒത്തിരി കൈപ്പേറിയ അനുഭവമുണ്ട്.
മാറായെ മധുരമാക്കി കർത്താവ്. ദൈവത്തിലെ ജനത്തിന് കുടിക്കാൻ വെള്ളമില്ല. വെള്ളം കുടിച്ചപ്പോ കയ്പാണ്. സ്തോത്രം. പക്ഷെ ആ കയ്പ് വെള്ളം മധുരമാക്കി കൊടുത്തിട്ട് കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നു. പിന്നെന്തിനാ ഭാരപ്പെടുന്നത്? എത്ര കയ്പേറിയ അനുഭവിച്ചിട്ടില്ലാത്ത ഇതിനകത്തിരിപ്പില്ല. ശുശ്രൂഷയ്ക്കകത്തും ആത്മീക മണ്ഡലത്തിലും ഭൗതിക മണ്ഡലത്തിലും ഒക്കെ കയ്പിൻ്റെ അനുഭവങ്ങളും നോവുകളും നൊമ്പരങ്ങളും പറയാനൊക്കെ ഒത്തിരി അനുഭവം നമുക്കുള്ളപ്പോൾ ഞാൻ എൻ്റെ സാക്ഷ്യത്തിലൂടെ അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? മാറയെ മധുരമാക്കിയ ഒരു കർത്താവ്, കയ്പിനെ മധുരമാക്കിയ ഒരു കർത്താവ്, രോഗത്തെ മധുരമാക്കുന്ന ഒരു കർത്താവ്, പ്രതിസന്ധിയെ മധുരമാക്കുന്ന ഒരു കർത്താവ്, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന തടസ്സങ്ങളെ മധുരമാക്കുന്ന ഒരു കർത്താവ് ഇന്ന് പകൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആത്മാവിൽ ആരാധിച്ച് ഈ ഏറ്റെടുക്കുന്നെങ്കിൽ നമ്മുടെ പരാജയം എന്താ അറിയുമോ? ഒരു കയ്പിന്റെ അനുഭവം വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങ് പമ്പിലിരിക്കും. ഒരു പ്രതിസന്ധി മുന്നിൽ കണ്ട വീട്ടിൽ കയറിയിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും ഫോണിലൂടെ എന്തെങ്കിലും മെസ്സേജ് പറയുകയോ എന്തെങ്കിലും പറയുകയോ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? ഒതുങ്ങി മാറിയെങ്കിൽ ഇരിക്കും. അത് നമ്മളെ ഒതുക്കാൻ വേണ്ടി ശത്രു ഒരുക്കുന്ന ഓരോ തന്ത്രങ്ങളാണ്. ഈ കൂരുകളെ കണ്ട് നമ്മൾ ഭയപ്പെടരുത്. ഞാൻ പറയാം, സ്തോത്രം, നമ്മളൊന്ന് സട കുടഞ്ഞ് എഴുന്നേക്കണം. ഹല്ലേലൂയ. നമ്മളൊന്ന് ശക്തി പ്രാപിച്ച് എഴുന്നേക്കണം. ഇന്ന് പകൽ ഞാൻ പറയാം, ഒരു കൂരിൽ താഴ്വരെ കൊണ്ട് നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ആത്മാവിന്റെ പുതുക്കത്തോടെ ആത്മാവിന്റെ ശക്തിയോടെ മുഴക്കാൻ മടക്കി നമ്മൾ ആരാധിക്കുന്നെങ്കിൽ അതിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങാൻ, സ്തോത്രം, അതിന് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കർത്താവ് എനിക്ക് ഭാഗ്യം വലിയതാണ്. അതുകൊണ്ട് ഇവിടെ കാണുകയാണ്, കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ദൂത് നമ്മുടെ കൂടെ നിൽക്കുക. നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? ആത്മബലത്തോടെ ആത്മശക്തിയോടെ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഇവിടെ പറയുന്ന ഭാഗം എന്താ? അവരകത്തോ അവിക്കയില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. അകത്തൊന്ന് എഴുതി കാണിക്കുമ്പോൾ പേടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ പഴയകാല ആരാധനയിൽ ഒന്ന് മടങ്ങി വരണം. പണ്ട് കാലത്ത് പ്രതിസന്ധി കാണുമ്പോൾ ആത്മാവിൽ ദൂത് വെട്ടിപ്പറഞ്ഞ് ആരാധിക്കുന്ന അമ്മച്ചിമാരും അപ്പച്ചമാരും ഉണ്ടായി. ശരിയല്ലേ? നമ്മുടെ സഭകൾക്കകത്തൊക്കെ ഉപവാസ പ്രാർത്ഥന നടത്തുമ്പോഴൊക്കെ മുന്നിൽ അന്യഭാഷ ആരാധിച്ച കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യാനും നമ്മുടെ കാത്തിരിപ്പോടെ പോയി. പണ്ടൊക്കെ ഒരമ്മച്ചി പുറകിൽ നിന്ന് ആരാധിച്ചുണ്ടല്ലോ, ആ സഭയ്ക്കകത്ത് ഒരു സന്തോഷമായിരുന്നു. ഞാൻ ആത്മാവിന്റെ ദൂത് പറയാം, നമ്മുടെ പഴയ പെന്തിക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് ഒന്ന് മടങ്ങി വരണം. നമ്മുടെ പഴയ പെന്തിക്കോസ്തിന്റെ ആരാധനയിലേക്ക് മടങ്ങി വരണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആത്മാവിൽ പ്രവചിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആത്മാവിൽ നിന്ന് ആരാധിക്കട്ടെ. അന്യഭാഷയിൽ നൃത്തമാടട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ചെറുപ്പകാലഘട്ടത്തിലൊക്കെ നമ്മളൊക്കെ മുന്നിൽ വരിയായിട്ട് ഇരുന്നില്ലെങ്കിൽ അപ്പച്ചൻ പറയുമ്പോൾ കാണിക്കും. അതിൻ്റെ പാസ്റ്റ് ചൂലുവടിയായിട്ടൊക്കെ ഇരിക്കുന്നത് വഴക്ക് പറയും. ഇന്ന് വഴക്ക് പറയാൻ പറ്റത്തില്ല, ഇന്ന് ചൂലുവടി എടുക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തെ ഈ കമ്മിറ്റി ചെയ്തത് ഇടപെടും. അതാ ഇപ്പോഴത്തെ പ്രശ്നം. മനസ്സിലാകുന്നുണ്ടോ? ദൂത് മനസ്സിലായ? ഇപ്പൊ കുഞ്ഞുങ്ങൾ എവിടാ നിൽക്കുന്നേ? വേണമെന്ന് പറയുക. നമ്മുടെ കൂട്ടായ്മ ഇല്ല, എല്ലാം അവിടെ അപ്പുറത്താ. ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവരണം. മാതാപിതാക്കളോട് ഞാൻ പറയാം, നിങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോ നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉറക്ക സമയത്ത് അവർ പോലും അറിയാതെ സ്തോത്രം അവരെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചോ. പിശാചിനുള്ളതല്ല, ദൈവം തന്ന ദാനമാണ്. ഇതിനെ ആരും തട്ടിപ്പറിച്ചോണ്ട് പോകാൻ അനുവദിക്കരുത്. നമ്മള് കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുമ്പോ കണ്ണീരോടെ, അവർ പോലും അറിയാതെ കണ്ണീരൊഴുക്കുന്നെങ്കിൽ സ്തോത്രം, ദൈവത്തിന് അത്ഭുതം ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കുന്ന BSC സഹായം
നമ്മൾ പ്രാർത്ഥിക്കാൻ കടൽക്കരന്ന് അപ്പുറത്ത് പോകാൻ ചില നന്മയൊക്കെ പ്രാപിക്കാൻ പ്രാർത്ഥിക്കുക. അതായിക്കോട്ടെ, സന്തോഷം, അത് വേണം. ആ കൂടെ കർത്താവേ അവരുടെ കൂടെ ദൈവകൃപയും കൂടെ. അന്യഭാഷയിൽ ആരാധിക്കുന്ന ഒരു തലമുറ എഴുന്നേക്കട്ടെ. അന്യഭാഷയിൽ പ്രവചിക്കുന്ന കുഞ്ഞുങ്ങൾ വേണം നമുക്ക്. അവർ അഡ്വക്കറ്റോ SIO LLBയോ MBBSോ BSc നേഴ്സിങ്ങോ എന്തു ആയിക്കൊള്ളട്ടെ, കൂടെ ദൈവത്തിൻ്റെ കൃപയും കൂടെ ഉണ്ടെങ്കിൽ സ്തോത്രം. അത് നമ്മുടെ സഭയ്ക്കൊരു മുതൽക്കൂട്ടാണ്. കുടുംബത്തിന് മാത്രമല്ല, നമ്മുടെ സഭയ്ക്കും ഈ സഭയ്ക്ക് ഒരു അനുഗ്രഹമാണ്. നമ്മൾ കുറെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റാണ് വേഗതയാണെന്ന് പോകുക. അതുകൊണ്ട് ഇന്ന് നമ്മുടെ പ്രാർത്ഥന ശൈലി മാറ്റണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്ഥലമുടങ്ങി എഴുന്നേക്കട്ടെ. കൂരിൽത്താഴിയുടെ നാദാനി ഞാനൊരു ആരോഗ്യം ഭയപ്പെടുകയില്ല. എൻ്റെ വടിയും കുരുവിനെ ആശ്വസിക്കും. അടുത്ത വാക്യം ഞാൻ പഠിച്ചു ചിന്തിച്ചു. വാക്യം കുരുവാക്യം വന്നത് എൻ്റെ ശത്രുക്കൾ കാണുക എനിക്ക് വിരുന്നു. എത്ര സന്തോഷമുള്ള വാക്യം. ദാവീദ് യുദ്ധം ചെയ്യാൻ തൻ്റെ സൈന്യങ്ങളുമൊക്കെ ആയിട്ട് പോകും. ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈന്യത്തിന്റെ ബലവും കരുത്തും അവരുടെ ആയുധവും ഒന്നും കൊണ്ട് ദാവീദ് ഭയപ്പെടത്തില്ല. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ കൂടെയുള്ള ദൈവകൃപ. അതിലപ്പുറം ഏത് മിസൈലോ ശാന്തമായിട്ട് എന്ന് പറയാം. ഒരിക്കലും കാരണങ്ങൾ കണ്ടെത്തി നമ്മുടെ പ്രാർത്ഥന ആവശ്യമൊക്കെ മുടക്കിക്കളയുന്നു. ഇന്ന് ഞാൻ പള്ളിയിൽ പോകുന്നില്ല, ഇന്ന് വീട്ടിൽ സന്ധ്യാരാധന വേണ്ട, മാറ്റി വെച്ചേക്കാം. അച്ഛൻ്റെ മുഖം ഒന്ന് മാറി, അല്ലെ താമസിച്ച് വന്നു എന്നൊന്നും ചൊല്ലി ശത്രുവിന് നമ്മൾ ഇടം കൊടുക്കും. ഇവിടെ ദാവീദിന്റെ വിജയം എന്താണെന്നറിയാമോ? മുന്നിൽ നിൽക്കുന്ന ശത്രുവിന് പ്രാധാന്യം കൊടുക്കത്തില്ലായിരുന്നു. സ്തോത്രം. മുന്നിൽ നിൽക്കുന്ന എതിരാളിക്ക് ഒരു പ്രാധാന്യം കൊടുക്കത്തില്ലായിരുന്നു, പകരം ദൈവത്തിന് പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ട് യുദ്ധങ്ങളൊക്കെ ജയിച്ചു. യുദ്ധം ജയിച്ചു കഴിയുമ്പോൾ ദാവീദ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അവരുടെ സൈന്യാധിപതിയും അവരുടെ മന്ത്രിയും അവരുടെ രാജാവിനെയൊക്കെ പിടിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുവന്നിട്ട്, സ്തോത്രം, കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് നിർത്തി ഓരോ ആലയത്തിലെ തൂണുകൾ കെട്ടും പുറകോട്ട് കൈകെട്ടി അവരുടെ രാജാവിനെയും അവരുടെ മന്ത്രിയും അവരുടെ സൈന്യത്തെയൊക്കെ പ്രധാനപ്പെട്ടവരെയൊക്കെ പിടിച്ച് നിർത്തിയിട്ട് അവരുടെ മുമ്പിൽ ഒരു തീന്മേശ ഒരുക്കും. മനസ്സിലാവുന്നുണ്ടോ? വലിയൊരു തീന്മേശ, അതിനകത്ത് ആഹാരം, ഭക്ഷണ പദാർത്ഥങ്ങൾ മുഴുവനും കൊണ്ട് നിർത്തിയിട്ട് അവരുടെ നടുവിൽ ഇരുന്നുകൊണ്ട് ആഹാരം കഴിച്ച് സന്തോഷിക്കുമായിരുന്നു ദാവീദ്. അതുകൊണ്ടാണ് ഈ ഒരു വാക്യം എഴുതാൻ കാരണം. എൻ്റെ ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കുന്നു. ആമേൻ പറയാവുന്ന. അപ്പം നമുക്ക് വിരുന്നൊരുക്കുന്നത്, ഞാൻ സന്ദേശം പറയാം, എന്നെ ശ്രദ്ധിച്ചിരുന്നോ? നമുക്ക് വിരുന്നൊരുക്കുന്നത് ശത്രുക്കളുടെ മുമ്പാകെയാണ്. ശത്രു ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഓർമ്മ, പ്രതിപക്ഷമുണ്ടെങ്കിൽ ഭരണം നടക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? എന്നതുപോലെ ശത്രു ഉണ്ടെങ്കിലേ നമ്മുടെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥന നടക്കത്തുള്ളൂ. ശത്രു ഉണ്ടെങ്കിലേ അവൻ പ്രവാചകന്മാരെ വിളിച്ചാൽ ഊതിയൊക്കെ ഇരിക്കത്തുള്ളത്. മനസ്സിലാക്കില്ലേ? തകർച്ചയുണ്ടെങ്കിലേ നിനക്കൊരു വിടുതലുണ്ടാകത്തുള്ളൂ. സ്തോത്രം. നിന്റെ കണ്ണീരുണ്ടാക്കണമെങ്കിൽ നിനക്കൊരു കയ്പിന്റെ അനുഭവം വേണം. അല്ലെങ്കിൽ ഇന്ന് ഞാൻ പറയാം, നമ്മുടെ തകർച്ച ഒരു ഒടുക്കമല്ല, നമ്മുടെ തകർച്ച ഒരു വിജയമാണ്. ശത്രുവിന്റെ മുൻപിൽ നീ തകരുമെന്നും നീ ഉയരത്തില്ലെന്നും ശുശ്രൂഷ അവസാനിപ്പിച്ചെന്നും നിന്റെ ഉപജീവന മാർഗത്തെ തകർത്ത് കളയുമെന്നും നിന്റെ തലമുറ അക്കരെ നട്ടി പോകത്തില്ലെന്നുമൊക്കെ ശത്രു വെല്ലുവിളിക്കുമ്പോൾ വെല്ലുവിളിച്ചുള്ള നടുവിൽ നിനക്ക് വേണ്ടി വിരുന്നൊരുക്കുന്ന ഒരു കർത്താവിന്റെ, ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ആത്മാവിന്റെ ശക്തിയോടെ ദൂരേറ്റെടുക്കുന്നെങ്കിൽ നീ തകരുമെന്ന് പറഞ്ഞ, ശുശ്രൂഷ ഒതുക്കുമെന്ന് പറഞ്ഞ, സഭയുടെ വണ്ടത്തില്ലെന്ന് പറഞ്ഞ, ഈ നാട്ടിൽ നിന്നെ വേര് പിടിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ ഈടത്തു തന്നെ മാനിക്കുന്ന ഒരു സ്വർഗം ഇന്ന് പകൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഉപജീവനമാർഗത്തിന്റെ വഴികളെ ശത്രു അടച്ചെങ്കിൽ ഇന്ന് പകൽ നൂറ് പറയാം വെട്ടിപ്പുറന്ന് മാനിക്കുന്ന അതൊരു ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഭയപ്പെടുന്നത്
നമ്മുടെ പരാജയം കണ്ടപ്പോൾ ശത്രു എന്താ വിചാരിച്ചത്? ഇപ്പൊ തകർന്നു പോകുന്നല്ലേ. നമ്മുടെ സാമ്പത്തിക മേഖല തകർന്നു പോയപ്പോൾ ശത്രു എന്താ വിചാരിച്ചേ? ഇനി ഉയരത്തില്ലെന്നല്ലേ. നിന്റെ തലമുറയ്ക്ക് ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ നടക്കുമ്പോൾ ശത്രു വിചാരിച്ചതെന്നാ? സ്തോത്രം. ഇന്ന് പകൽ ദൂതിയാ പറയാം, ശത്രുവിന്റെ കാൺകെ വിരുന്നൊരുക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം യാതൊരു ഭവനത്തിനകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. ഒരിക്കലും ഒരു ചുവട് പോലും വെക്കാൻ പറ്റില്ല എന്ന് ശത്രു അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഇന്ന് പകൽ ദൂത് കൈമാറുക. അതിനെ വെട്ടി മാറ്റി ദൈവത്തിന്റെ ശക്തി ഈ രാത്രി അവർക്ക് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നിന്നെ തകർക്കാൻ വേണ്ടി നിന്റെ വലത്ത് വശത്തും ഇടത്ത് വശത്തും ശത്രു പാഞ്ഞെടുക്കുമ്പോ സ്തോത്രം, അവിടെ കർത്താവ് വടിയും കോലും ഒരുക്കി സംരക്ഷണയും മുന്നിൽ നിന്നെ തകർക്കുമെന്ന് നിന്റെ മുന്നിൽ മന്ത്രവാദവും ആഭിചാരവും ചെയ്ത് തകർക്കാൻ നിൽക്കുന്ന അവളുടെ മുമ്പിൽ കർത്താവ് ഒരു കോല് വെച്ചിട്ടുണ്ടെന്ന്. മറികടന്നു വരാൻ ഒരു ശക്തിക്ക് പറ്റുന്നില്ല. ശത്രുവിന്റെ ബലവും കരുത്തം കണ്ട് നീ ഭാരപ്പെടണ്ട. ഇടവും വലവും വടിയും കോലും മുടയും വെച്ചു. ഇനി പുറകിൽ ആക്രമണമെന്ന് ഭാരപ്പെടണ്ട. പുറകിൽ നമുക്ക് കണ്ടില്ലെങ്കിലും പുറകിൽ നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ചില പോരുകളുണ്ട്. അതുകൊണ്ടാണ് അവിടെ ബാക്കി താഴെ എഴുതി വെച്ചേക്കുക. ഉള്ള പോരും പോരാട്ടമല്ല. ഇപ്പം തിരമാല പോലെ സുനാമി പോലെ വരുമെന്ന് കരുതി ഭാരപ്പെടണ്ട. പുറകിൽ നന്മയും കരുണയും അവിടെ ശത്രു തൊടാൻ പറ്റുന്നില്ല. നടന്നില്ല. നടത്തിലൂടെ ആക്രമിക്കാൻ നോക്കി നടന്നില്ല. പുറകിലൂടെ ആക്രമിക്കാൻ നോക്കി നടന്നില്ല. അവിടെ എല്ലാം കവചമൊരുക്കി പാലിക്കുന്ന ഒരു ഉടയൻ ഇന്ന് പകൽ നിന്റെ കൂടെയുണ്ട്. അപ്പൊ എല്ലാ വഴിയും കർത്താവ് കവചം ഒരുക്കി നമ്മളെ മുന്നോട്ട് നടത്തുക. അങ്ങനെ ശത്രു എന്തിക്കുക? എന്നാൽ ഒരു കാര്യം ചെയ്തേക്കാം, ഇവരെ ഉച്ചിക്കട്ട് അടിച്ച കീർത്തിയേക്കാം. ഒരു മനുഷ്യന്റെ ശരീരത്തിന് ഏറ്റവും വലിയ മർമ്മം എന്ന് പറയുന്നത് ഉച്ചി. ആഞ്ഞൊന്ന് അടിച്ചാൽ അവൻ ഇരിപ്പറ ജീവിതത്തിൽ എഴുന്നേക്കുക, പ്രയോഗിക്കണ്ട. അപ്പൊ അങ്ങനെ ഇവൻ ഏടിയൊക്കെ വെച്ച് എന്നാ ജമ്പ് ചെയ്ത് എന്റെ തലയ്ക്കൊന്ന് അടിച്ചേക്ക എന്ന് വെച്ചപ്പോ എന്റെ ഉടയവനായ അപ്പനുണ്ടല്ലോ എണ്ണ കൊണ്ട് അഭിഷേകം എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുക. ഇത് തൊടാൻ വരുമ്പോ യേശു കർത്താവ് തലയിൽ എണ്ണ ഒഴിച്ച് അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുക. നിന്റെ വീടിനെ തകർക്കാൻ വേണ്ടി, നിന്റെ മാർഗത്തെ തകർക്കാൻ വേണ്ടി, പ്രതിസന്ധികളെ വഴികളെ മാർഗങ്ങളെ തകർക്കാൻ വേണ്ടി മന്ത്രങ്ങളും ആഭിചാരങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ആചരിച്ചാലും ഇന്ന് പോലെ ഞാൻ കൂടി പറയാം, തകർച്ചയ്ക്കകത്ത് വാങ്ങിക്കാൻ പോവുക, പ്രതിസന്ധിക്കകത്ത് വാങ്ങിക്കാൻ പോവുക. ആത്മശക്തിയോടെ കരമടി തന്റെ ഭാഷ ആരാധിക്കുക. നഷ്ടപ്പെട്ടുപോയ ആരാധന ഭവനത്തിലേക്ക് കൊണ്ടുപോവുക. നഷ്ടപ്പെട്ടുപോയ അന്യഭാഷ മടക്കി കൊണ്ടുപോവുക. നഷ്ടപ്പെട്ടുപോയ അഭിഷേകത്തിന്റെ ശുശ്രൂഷ നിനക്ക് കൊണ്ടുപോവുക. നിന്റെ കുടുംബത്തിനകത്ത് പാട്ടിന്റെ ശബ്ദമൊന്ന് ഉയരട്ടെ. നിന്റെ കുടുംബത്തിനകത്ത് അന്യഭാഷയുടെ ശബ്ദമൊന്ന് ഉയരട്ടെ.
ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങൾ എഴുതിയിട്ടോ, ഇന്ന് എഴുതിയിട്ടോ, ഇതിന്റെ ശത്രുവിനെ കാണുകയും ഇതിന്റെ നന്മകളെ തടഞ്ഞിട്ട വഴികൾ, ഉയർച്ചയെ തടഞ്ഞ വഴികൾ തമ്പുരാൻ ഇന്ന് പകൽ തൊടാൻ പോവുകയാണ്. ഓ ഹല്ലേലൂയ. ഉയരത്തില്ല എന്ന് പറഞ്ഞ ഇടത്ത് യഹോവയായ ഇടയൻ ഇറങ്ങാൻ പോവുകയാണോ? നീ നന്മ പ്രാപിക്കത്തില്ല എന്ന് പറഞ്ഞ ഇടത്ത് സ്വർഗ്ഗം ഇറങ്ങാൻ പോവുകയാണ്. ദേശത്ത് സുവിശേഷം ഉയരത്തില്ല എന്ന് പറഞ്ഞ ഇടങ്ങളിൽ സുവിശേഷം ഉയരാൻ പോവുകയാണ്. ഇവിടെ ക്രിസ്തുവിന്റെ പടന്മാരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. അന്യഭാഷ സംസാരിക്കുന്ന തലമുറകളെ സ്വർഗ്ഗം സ്പർശിക്കാൻ പോവുകയാണ്. എത്ര വിശ്വസിക്കുന്നുണ്ട്? ആ കര ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ഇടയനായ കർത്താവിന്റെ കൂടെയുണ്ട് കേട്ടോ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, ശത്രുക്കൾക്കാണെങ്കിൽ വിരുന്നൊരുക്കുന്ന ദൈവം ഈ ദിവസങ്ങളിൽ ഈ ആലയത്തിലും ഈ കൂടി വന്ന ശുശ്രൂഷകളിലും എല്ലാം സ്വർഗം മാനിക്കാൻ പോവുകയാണ്. സമയത്തിൽ ചുരുക്കം. കാരണം ഇനി മുന്നോട്ട് എല്ലാവർക്കും പല യാത്രകളുണ്ട്. അതുകൊണ്ട് ഇടയനായ യഹോവ മാറോട് ചേർത്ത് പിടിച്ച് യാത്ര ചെയ്യുക. സ്വർഗം അതിന് വെച്ചതൊക്കെ പണിതെടുക്കാൻ റെഡിയാകും. ഈ ദൂതേറ്റം കരമടിച്ച് കർത്താവിന് മഹത്വം അല്പസമയങ്ങൾ ആരാധിച്ച് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. അല്പസമയങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ചിലതൊക്കെ സംഭവിക്കാം. ഈ ദേശത്ത് ചില ആത്മാക്കൾ ഓടിയെത്താൻ, ഈ ദേശത്ത് ഈ ആലയം ഒരു അനുഗ്രഹമാണെന്ന് പറയാം. ഒരു കാര്യം പറയാം, ഏതാനും ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വേറൊരു വീട്ടിൽ പാർത്തു. അല്പനാള് ഒരു ഹൈന്ദവരുടെ ഒരു കോട്ടയ്ക്കകത്ത പാട്ടുണ്ട്. എന്നും വൈകിട്ട് ഞങ്ങൾ പാട്ട് പാടി പ്രാർത്ഥിക്കും ഉറക്കെ. അവർക്ക് ആർക്കും ഒരു തടസ്സമില്ല. അപ്പൊ എന്നും അലമ്പുണ്ട്, വീടുണ്ട്. എന്ന് കണ്ണു കുടിച്ചിട്ട് അലമ്പാണ്. എന്നും കണ്ണു കുടിച്ച് അലമ്പാണ്. അതൊരു പറഞ്ഞാൽ നിർത്താം. ചില ദിവസങ്ങളായിട്ട് ഈ വീട്ടിൽ അലമ്പില്ല. ഒരു ദിവസം രാവിലെ അമ്മ വീട്ടിൽ വന്നു. പാസ്റ്റർ എന്ന് സന്ധ്യ ആകുമ്പോൾ എൻ്റെ വീട്ടിൽ അല്പസമാധാനം. നിങ്ങൾ പാട്ട് എപ്പോൾ നിർത്തുന്നു അന്ന് എൻ്റെ കെട്ടിയോ കിടന്ന് ഉറങ്ങും, ഞങ്ങളും കിടന്ന് ഉറങ്ങും. സംഭവം എന്താ ചോദിച്ചപ്പോൾ എന്താണെന്നറിയാമോ? ഞങ്ങൾ പാട്ട് തുറങ്ങും. ആ കണ്ണൂടി പറയണി നിർത്തണി. അവിടെ പാസ്റ്റർ പാട്ട് തുടങ്ങി. മനസ്സിലായോ? സന്ധ്യാരാധന പ്രത്യേകത. നമ്മുടെ വീട്ടിൽ ആരാധന തുടങ്ങിയ, നമ്മുടെ വീട്ടിൽ അന്യഭാഷ ആരാധിച്ചാൽ അയൽപക്കത്തെ വീടുകൾക്ക് സമാധാനം കൊടുക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഞങ്ങൾ ഉയർത്തി പറയുന്ന സുവിശേഷമാണ്. കരമുയർത്തി മഹത്വം കൊടുത്ത് ക്രിസ്തു എന്ന ലഹരി നമ്മുടെ സകലജഗത്ത് വ്യാപരിച്ചിട്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഗായക സംഘം പാടി ദൈവത്തെ ആരാധിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയിൻ അത്യന്തധനം മൺപാത്രങ്ങളിൽ പകർന്നു, നിത്യജീവന്റെ വചനം താഴ്ന്ന നിലത്തു പാകി. കൃപയിൻ അത്യന്തധനം മൺപാത്രങ്ങളിൽ പകർന്നു, നിത്യജീവന്റെ വചനം താഴ്ന്ന നിലത്തു പാകി. നല്ല ഫലങ്ങൾ നൽകുവാൻ വൻകൃപ ചൊരിഞ്ഞു നൽകി. സത്യസഭയെ നോറ്റുവാൻ നൽവരങ്ങൾ പകർന്നു. ജീവനുള്ള കാലത്തോടും വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കുന്ന ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും പുതുജാതിയെ സ്തുതിക്കും ഞാൻ. ഹൃദയത്തിൻ ആഗ്രഹം നൽകി അതിരത്തിൻ യാതന കേട്ടു. ഹൃദയത്തിൻ ആഗ്രഹം നൽകി അതിരത്തിൻ യാതന കേട്ടു. കാര്യസ്ഥ സാന്നിധ്യം നൽകി നാട്ടോടും ഭാരം ചുമന്നു. ഉത്സാഹം
ഈ കേഷനായി അവർ മുൻപോട്ട് വന്ന് ഈ യോഗം പ്രാർത്ഥിച്ച് ഇവിടെ ആശീർവാദം പറയുന്നതായിരിക്കും. അതിനുവേണ്ടി ക്ഷണിച്ചു. ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് അരുളി ചെയ്തവനായ ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗീയ കർത്താവേ, കർത്താവിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തീരുമാനിച്ചതായിരിക്കുന്ന കർത്താവേ, ഈ ആരാധനയുടെ പ്രാരംഭത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ ദർശകരങ്ങളിലേക്ക് കർത്താവേ, നിന്റെ ദാസനെ, ഈ കുടിവരവിനെയും ഈ സഭയെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദേശത്ത് കർത്താവെ അനേകർക്ക് വലിയ വിടുതലായി വലിയ അനുഗ്രഹമായി ഭവിപ്പാൻ ദൈവം ഇടയാക്കണമേ. ദേശത്ത് സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ശത്രുവിനാൽ പിടിക്കപ്പെട്ട ബന്ധിക്കപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന അനേക ഭവനങ്ങളെ, വ്യക്തി ജീവിതങ്ങളെ അഴിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ദാസനെ ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ പകൽക്കാലം വിവിധ ഇടങ്ങളിൽ ആരാധിച്ചുകൊണ്ടിരുന്നായിരിക്കുന്ന അവിടുത്തെ അഭിഷക്തന്മാരായിരിക്കും ഞങ്ങൾക്ക്, അവിടുത്തെ മക്കളായിരിക്കും ഞങ്ങൾക്ക് കർത്താവെ കടന്നു വരുവാനോ ഇത്രത്തോളം സമയം ദൈവവാദപടികളിലായിരിക്കാനോ ദൈവമിടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ ഹല്ലേലൂയ. ഈ യോഗം ലീഡ് ചെയ്തായിരിക്കുന്ന അഭിഷക്തനായി സ്തോത്രം. ആശംസ പറഞ്ഞതായിരിക്കുന്നതായ അഭിഷക്തന്മാർക്കായി സ്തോത്രം. അവസാന നിമിഷം കർത്താവെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്നതായ ദൈവിക സന്ദേശം നൽകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ദാസനെ ഇടയാക്കിയ കൃപയ്ക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ ശത്രുക്കളുടെ കാക്ക് ഞങ്ങൾക്ക് വിരുന്നൊരുക്കുന്നവനായ ഒരു ദൈവമുണ്ടല്ലോ, അവനിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന. അവന്റെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ ആനന്ദിപ്പാൻ ദൈവം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ദൈവസല്ലായ നിന്റെ മക്കളെല്ലാം അവിടുത്തെ അഭിഷക്തന്മാരെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടുന്ന് അനുഗ്രഹിച്ച അനുഗ്രഹപൂർവമായി തിരുവാൻ സ്വർഗമിടയാക്കണം. ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. മാനവത്തോട് നെടുക്കുമാണെന്ന് സർവേശ്വര ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ, കേൾക്കുമാറാകണമേ. കർത്താവ് പ്രാർത്ഥന സ്തോത്രം ചെയ്യാം. രാജാതിരാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന മശിഹാ തമ്പുരാന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സവാസവും എല്ലാ വിഷയത്തോടും മൂലമുള്ള സകല വിശുദ്ധന്മാരോടും നാം ഓരോരുത്തരോടും ഈ സഭയോടും സഭയാ ഭവനങ്ങളോടും ഈ നമ്മളെപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇത്രത്തോളം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണം. ഇവിടെ എല്ലാ ഞായറാഴ്ച 3 മണി മുതൽ 5 മണി വരെ